ഞാൻ സിയാദിൻ്റെ പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങുന്നത് അതിൻ്റെ അതുപോലെയാണ് ഞാൻ വിഷയത്തിൻ്റെ അവസ്ഥ. എന്തായാലും നാദിർഷായുടെ റാഫിയുടെ ഒക്കെ പുതിയ സിനിമ സംഭവം നടന്ന രാത്രി എന്തായാലും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എന്തായാലും റാഫിയുടെ മകന് അത് നമ്മളെ ഒപ്പിച്ച് അടുത്ത തലമുറ റെപ്രസെൻ്റ് ചെയ്ത ആളാണ്. ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മക്കൾ സിനിമയിലേക്ക് വരുന്നുണ്ടെന്ന് ഒരു പുതിയ ഒരാളും കൂടെ വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ഉണ്ടാവില്ല. നല്ലൊരു ആദർശയുടെ സ്ഥിരം ശൈലി എല്ലാ പടങ്ങളും ഹിറ്റാണ്. ആദർശൻ്റെ ഇപ്പോൾ നല്ല പടങ്ങൾ ഞാനും ഒന്നും അഭിനയിക്കുന്നില്ല. എന്തായാലും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, കോസ്റ്റ് വല്ലാണ്ട് കൂടി പോവുകയാണ്. നമ്മൾ ഈ വരുന്ന താരങ്ങളൊക്കെ ചോദിക്കുന്നത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടില്ല. ഞാനൊരു ജോഷിയിരുന്നു വായിപ്പൊന്ന് ഉതയ്ക്ക് പാട്ടെന്നുള്ള നിലയിലാണ് അവർക്ക് ചോദിക്കുന്ന റെമ്യൂണറേഷൻ. അതൊന്നും കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കല്ല ഇനി മലയാള സിനിമ. എന്തായാലും നാദിർഷായും എല്ലാവരും ഒന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ നാദിർഷായിട്ട് കുറേ നേരം അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇനി അങ്ങനെയുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സിനിമകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. വലിയ കാശ് ചോദിച്ചതിനെ ഒഴിവാക്കാനുള്ള തീരുമാനമാണ് മലയാള സിനിമ എടുക്കാൻ പോകുന്നത്. അത് നാളെ മറ്റന്നാളോ ആയിട്ട് നമ്മളുണ്ടാവും. ഇത്ര ബഡ്ജറ്റിൽ കൂടുതൽ ഇല്ലാത്ത ഒരാളെ നമ്മളിനി ഒഴിവാക്കാൻ പോവുകയാണ്. അതൊരു ഇപ്പം ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ അതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ്. ചോദിക്കുന്നവർ ന്യായമായിട്ട് ചോദിക്കുക, അന്യായമായിട്ട് ചോദിക്കുക. അതൊരു വല്ലാത്തൊരു പോക്കാണ്. ആരും എന്ന് വെച്ചാൽ തിയേറ്ററിലെ കളക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഒരു ഹീറോയും അതിൽ വന്ന് അഭിനയിക്കും, ആരെങ്കിലും വന്ന് അഭിനയിക്കും. എന്നുവെച്ചാൽ തിയേറ്ററിൽ കളക്ഷൻ ഇല്ല, ആളില്ല. 15 പേരുണ്ടെങ്കിലേ സിനിമയ്ക്ക് ആള് കയറത്തുള്ളൂ. 15 പേർക്ക് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യാണ് തിയേറ്ററിൽ നടയിൽ ഒരു ഷോ തുടങ്ങാൻ. പല സ്ഥലത്തും ഷോ നടക്കുന്നു. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കണം. ഇത് പ്രൊഡ്യൂസർ മാത്രം മനസ്സിലാക്കിയ പറയാം. പ്രൊഡ്യൂസർ മലകുരുക്കിയല്ല ഇവിടെ പൈസ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നോട്ട് അടിച്ചല്ല കൊണ്ടുവരുന്നു. അതുകൂടെ ഇവിടെ എല്ലാവരും മനസ്സിലാക്കും. ഇതാരും മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. ഒരു നടനും ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളവർ ആരുമല്ല. ആരെ വേണമെന്ന് വെച്ച് പടം എടുക്കാന്നുള്ള രീതിയിലാണ്. കണ്ടന്റാണ് പ്രധാനം. കണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ ഓടും, അത് ഹിറ്റാവും, ആളുകൾ കാണും, അപ്രീഷിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇനി അങ്ങനെ കാശ് വാങ്ങിക്കുന്നവര്, വലിയ രീതിയിൽ കാശ് വാങ്ങിക്കുന്നവര് വീട്ടിൽ ഇരിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി പോകുന്നത്. അത് ഒരു മുന്നറിയിപ്പും കൂടാണ്. അത് പറഞ്ഞു. എന്തായാലും നാദിർഷാ ഈ പടം നല്ല രീതിയിൽ ചെയ്ത് നാദിർഷാ ഇന്നലെ എന്നിട്ട് സംസാരിച്ചുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് കുറഞ്ഞാണ് കാര്യം ചെയ്യുന്നത്. പ്രൊഡ്യൂസറുടെ കൂടെ നിൽക്കുന്ന ഒരു ഡയറക്ടറും ആർട്ടിസ്റ്റും മാത്രമേ ഇനി ഭാവിയിൽ രക്ഷപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാര്യങ്ങൾ നോക്കുന്ന രീതിയിലേക്ക് ആക്കേണ്ടി വരും. നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയും. എന്തായാലും എല്ലാവരും ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം കൂടെ പറയുന്നു ഇവരുടെ പേരിൽ. എന്തായാലും നന്ദി. ഇതിലെല്ലാ ഭാവങ്ങളും ഒരു പടം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.